അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹിക്കമിലെ അടുത്തൊരു ഹിക്മത്തിലേക്ക്. ലാ തത്ലുബു മിൻഹു അൻ യുഖ്രിജക മിൻ ഹാലത്തിൻ ലിയസ്താമിലക ഫീമാ സിവാഹ ഫലൗ അറാദ ലസ്താമലക മിൻ ഗൈരി ഇഖ്റാജ്. ലാ തത്ലുബു മിൻഹു, നീ അള്ളാഹുവിൽ നിന്ന് തേടേണ്ട, ആവശ്യപ്പെടേണ്ട. അൻ യുഖ്രിജക, നീ അള്ളാഹു നിന്നെ പുറപ്പെടുവിക്കാൻ, മിൻ ഹാലത്തിൻ, ഒരവസ്ഥയിൽ നിന്ന്, ലിയസ്താമിലക ഫീമാ സിവാഹ, ഇതല്ലാത്ത മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹുവിനോട് ഇങ്ങനെ ആവശ്യപ്പെടേണ്ട. ഫലോ അറാദ, അപ്പോൾ കാരണം അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, ലസ്താമലക, അവൻ മറ്റേതിൽ നിന്നെ ഉപയോഗിക്കുമായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള അവസരം നിനക്ക് തരുമായിരുന്നു. ബിഗൈരി ഇഖ്റാജ്, നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് പുറപ്പെടുവിക്കാതെ, പുറത്തിറക്കാതെ. ലഫ്ളിയായ അർത്ഥമാണ് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ നിലവിൽ ഏതവസ്ഥയിലാണോ നിർത്തിയിട്ടുള്ളത് അവിടെ നിൽക്കുക. അതിനനുസരിച്ച് അപ്പോൾ ഒരു സാഹചര്യം, ആ സാഹചര്യം അള്ളാഹു നമുക്ക് സൗകര്യപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യത്തിനനുസരിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും, ആ സാഹചര്യത്തിൽ എന്താണ് അള്ളാഹു നമ്മിൽ നിന്ന് തേടുന്നത് ആ ഡ്യൂട്ടി നിർവഹിക്കാനും ആണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. ഞാൻ ഇങ്ങനൊരവസ്ഥയിൽപ്പെട്ടല്ലോ, ഈ അവസ്ഥ മാറിയിട്ട് മറ്റൊരവസ്ഥയ്ക്കാവണമെങ്കിൽ എത്ര നന്നായിരുന്നു, ഇന്നാലിന്ന ജോലിയിലേക്ക് കയറുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു, ഇന്നാലിന്ന അവസ്ഥയിലാണെങ്കിൽ എത്ര നന്നായിരുന്നു, അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ കുറേ ഇബാദത്തൊക്കെ എടുക്കുകയായിരുന്നു എന്ന നിലവിലുള്ളതിൽ നിന്ന് മാറിയിട്ട് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പോകാൻ, മറ്റൊന്നിലേക്ക് ഇങ്ങനെ മറുകണ്ഠം ചാടാൻ അത് നീ ശ്രമിക്കണ്ട. ഓക്കെ, അതാണ് ഈ പറഞ്ഞത്. ലാ തത്ലുബു മിൻഹു അൻ യുഖ്രിജക മിൻ ഹാലത്തിൻ ലിയസ്താമിലക ഫീമാ സിവാഹ, ഇതല്ലാത്ത മറ്റൊരവസ്ഥയിൽ നിന്നെ ഉപയോഗിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അള്ളാഹു അത് സൗകര്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിക്കണ്ട. അങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് പുറപ്പെടുവിക്കാതെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ കാര്യം നിനക്ക് സൗകര്യപ്പെടുത്തി തന്നേക്കാം. വിശദീകരിക്കാം. ആദ്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ഹിക്മത്തിൽ പറഞ്ഞത് എന്തായിരുന്നു? കഴിഞ്ഞ ഹിക്മത്തിൽ ഞാൻ പറഞ്ഞത് ഫറാഗിനെ പ്രതീക്ഷിച്ച് നിൽക്കണ്ട എന്നുള്ളതാണ്. ഏകദേശം ആ ഒരു മാനതിയിലും വരുന്നുണ്ട്. ഫറാഗിനെ പ്രതീക്ഷിച്ച് നിൽക്കണ്ട. നിലവിൽ നിനക്കെന്താണോ സാഹചര്യം, ആ സാഹചര്യത്തിൽ വെച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുക. ഞാനിപ്പോൾ ഏത് ജോലിയിലാണോ ഉള്ളത് ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാം. ആ ജോലി നിയ്യത്ത് നന്നാക്കുക എന്നുള്ളതാണ്. ആ ജോലിയിൽ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി. അപ്പോൾ ആ ഡ്യൂട്ടിയിൽ അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിൽ നിന്നുകൊണ്ട് തന്നെ എന്താവുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് എടുക്കാനും മറ്റൊക്കെ ശ്രമിക്കുക. ഇതിൻ്റെ ഒന്നും കൂടി തസവൂഫിയായിട്ടുള്ള രൂപം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശദീകരണം നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഹിക്മത്തിൽ പറഞ്ഞിരുന്നു തജ്രീദും അസ്ബാബും. തജ്രീദും അസ്ബാബും, ഒന്നുകിൽ ഒരു മനുഷ്യൻ തജ്രീദിൻ്റെ അവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അസ്ബാബിൻ്റെ അവസ്ഥയിലായിരിക്കും. തജ്രീദ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സബബുകളോടൊന്നും ബന്ധപ്പെടാതെ പൂർണ്ണമായിട്ടും അള്ളാഹുവിനോട് ഇബാദത്ത് എടുത്ത് അങ്ങനെ കഴിഞ്ഞു കൂടാൻ പറ്റുന്ന സാഹചര്യം. സബബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ദുന്യവിയായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അതിനോടൊക്കെ ബന്ധപ്പെടേണ്ടി വരുന്ന സാഹചര്യം. അപ്പോൾ അതും ഇതിനോട് ചേർത്ത് വെക്കാം. അള്ളാഹുവിനെ തജ്രീദിൻ്റെ അവസ്ഥയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഞാൻ തജ്രീദല്ലേ, ഇത് വേണ്ട, എന്ത് സബബിൻ്റെ ഹാലിൽ വേണമെന്ന് പറഞ്ഞു കണ്ട് അന്വേഷിച്ച് നടക്കണ്ട. സബബിൻ്റെ അവസ്ഥയിലാണ് നിന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് വിട്ടുകണ്ട് അവിടെ പോകണ്ട, തജ്രീദിൻ്റെ അവസ്ഥയിലേക്ക് പോകണ്ട. വിശദീകരണം നമ്മൾ ഇന്നാൾ പറഞ്ഞതാണ്. ആ ഹിക്മത്തിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ മതി. തജ്രീദ്, അള്ളാഹുവിനെ തജ്രീദ് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് സബബിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ഇൻഹിത്താത്തുൻ അനിൽ ഹിമ്മത്തിൽ അലിയ എന്നൊക്കെ പറഞ്ഞു കണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർത്തിയത് അതിൽ നിൽക്കുക. അള്ളാഹു നിനക്ക് സൗകര്യപ്പെടുത്തി തന്നത് നമ്മളന്ന് പറഞ്ഞിരുന്നു താല്ലുമിൻ്റെ ഒരു ഘട്ടമാണ്. മുതാല്ലിമായിട്ട് ഇങ്ങനെ ജീവിച്ചാൽ മതി. ഇൽമും അള്ളാഹുവിൻ്റെ ഇൽമും അള്ളാഹുവിനോടുള്ള ഇബാദത്തും കാര്യങ്ങളൊക്കെ നിർവഹിച്ചിങ്ങനെ പോയാൽ മതി. സമ്പത്തൊക്കെ വാപ്പ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തജ്രീദിൻ്റെ അവസ്ഥയിലാണ്. അപ്പം പിന്നെ
എനിക്കിപ്പോൾ സമ്പത്തൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട് സമ്പത്തിൻ്റെ പിന്നാലെ ഓടാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നെങ്കിൽ സമ്പത്തൊക്കെ ധാരാളം നേടാമായിരുന്നു എന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കണ്ട. അതേസമയം നേരെ ഓപ്പോസിറ്റ്, കുടുംബം നോക്കാനുണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഇൻഫാക്ക് ചെയ്യാനുണ്ട്, സമ്പത്ത് നൽകാനുണ്ട്, ഈ ഒരു അവസ്ഥയിലാണ് ഒരു മനുഷ്യനുള്ളതെങ്കിൽ അതിൽ നിന്ന് മാറിയിട്ട് ഇതെന്താ ഇപ്പോൾ ഇക്കിപ്പോൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനൊന്നും സമയം കിട്ടണില്ലല്ലോ എന്നുള്ള രൂപത്തിൽ തജ്രീദിൻ്റെ അവസ്ഥയിലേക്ക് ചാടാനും പാടില്ല. നിലവിൽ അള്ളാഹു എന്തിലാണ് നിർത്തിയത് അതിൽ നിർത്തുക. അത് ഇല്ലാതെ അതൊഴിവാക്കിയിട്ട് മറ്റൊന്നിലേക്ക് നീ ചാടാൻ അല്ലെങ്കിൽ മാറാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടേണ്ട. കാരണം അള്ളാഹു നിനക്ക് നല്ലതാണ് നിനക്ക് ഏർപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നൊരു പിഴവാണ്, അല്ലെങ്കിൽ ഒരു തെറ്റാണ്. ഞാൻ ഇപ്പോഴത്തെ ഈ സാഹചര്യം റെഡിയല്ല, ഇതൊന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് നല്ല ഈ ഭാഗത്തൊക്കെ എടുക്കാമായിരുന്നു. ഫക്കറിൻ്റെ അവസ്ഥയിൽ ഇങ്ങനെ തോന്നുക, ഫക്കറല്ലേ, ദാരിദ്ര്യം മാറിയിരിക്കണമെങ്കിൽ സമ്പത്തൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാനും സ്മരിക്കാനും ഇബാദത്തെടുക്കാനും ഒക്കെ സമയം കിട്ടിയിരുന്നു. എന്നാലും ഗൈനെത്തുമ്പോഴോ, ഗൈനിൻ്റെ സമയത്തുമ്പോൾ അപ്പോൾ ആയിരിക്കും ഈ സമ്പത്തിന്മേൽ ഇങ്ങനെ മറിഞ്ഞ് കൂടാൻ തന്നെ അതിൻ്റെ പിന്നാലെ നടക്കാൻ തന്നെ സമയമല്ലേ, പിന്നോടെ ഇബാദത്ത് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾക്ക് ഒഴിവുകൾ പറയാനുണ്ടാകും. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ഇബാദത്ത് എടുക്കാൻ അല്ലേ, ഒരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു അല്ലേ, ഒരാൾ പറഞ്ഞ പോലെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇൻഫാഖിന് വേണ്ടിയിട്ട് നല്ല ഹലാലായ ജോലികളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ആ ജോലി ചെയ്യുമ്പോൾ അവൻ ചിന്തിക്കാണ്, എന്താപ്പം ഞാനിങ്ങനെ നടന്നാൽ മതിയോ, ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ജോലി ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ നടന്നാൽ മതിയോ, ഞാൻ ആ ശരീഅത്ത് ഉലൂം എന്തെങ്കിലും പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അതിൻ്റെ കൂലി കിട്ടുമായിരുന്നില്ല, അല്ലെങ്കിൽ അള്ളാഹുവിനോട് അങ്ങനെ ഇബാദത്ത് എടുക്കാൻ പറ്റുമായിരുന്നില്ലേ. യഥാർത്ഥത്തിൽ ആ ചിന്ത ശരിയായ ചിന്ത അല്ല. കാരണം ഈ ഇൻഫാഖിലൂടെ തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ കസ്ബിലൂടെ തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാൻ അവനക്ക് അവസരമുണ്ട്. അത് കൃത്യമായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് അവൻ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഡ്യൂട്ടി. അപ്പോൾ നമ്മളിങ്ങനെ കരുതുന്ന പോലെയല്ല, ആസാൻ തക്റഹു ഷൈഅൻ വശർ ഖൈറുലക്കും, ആസാൻ തുഹിബ്ബു ഷൈഅൻ വശറുലക്കും. നമ്മളിങ്ങനെ വിചാരിക്കുന്ന പോലെ ആയിരിക്കും ശരിക്കും അതിൻ്റെ അന്തസത്ത അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിടക്കുന്നത്. നമ്മളിങ്ങനെ വെറുക്കുന്ന കാര്യത്തിലായിരിക്കും നമ്മുടെ ഹൈറായിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ അന്ത്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും നിർത്തുന്നത് ഓരോ രൂപത്തിലായിരിക്കും. ഒരാൾ തിബ്ബിലായിരിക്കും, തൊബീബായിട്ട് നിർത്തിയിട്ടുണ്ടാവും. ആ തൊബീബ് നിർവഹിക്കേണ്ട ഡ്യൂട്ടി നിർബന്ധമായിട്ട് നിർവഹിക്കേണ്ട ഡ്യൂട്ടിയാണ് സമൂഹത്തിന്. അയാൾ വലിയ ഖിദ്മത്താണ് ചെയ്യുന്നത്. മറദിനെ മാറ്റി കൊടുക്കുക, അള്ളാഹുവിനെ കൃത്യമായിട്ട് അള്ളാഹുവിനെ ആലോചിച്ച് അള്ളാഹുവിൻ്റെ വജുഹ് ഉദ്ദേശിച്ച് പണി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ സേവനമാണ് അവൻ ചെയ്യുന്നത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവനെ മാധ്യമമാക്കി വെക്കുന്നു. എന്തിന്? ആ രോഗം ശിഫയാകാൻ, രോഗം ഭേദപ്പെടാൻ. അപ്പോൾ അതിന് അള്ളാഹു അവനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് വലിയൊരു തൗഫീഖ് ലഭിച്ച മനുഷ്യനാണ്. അതുപേക്ഷിച്ച് ഞാനിത് ശരീഅത്തിൻ്റെ ഇൽമിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്, അങ്ങനെ പോകാൻ പാടില്ല. ഏത് ഡ്യൂട്ടി അങ്ങനെ തന്നെ. ഒരാൾ സൈനികനായിട്ട് ഒരാൾ നിയമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പലതവണ പറഞ്ഞതാണ്, എന്താണോ ഡ്യൂട്ടി അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ടതെങ്കിൽ അല്ലേ, നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ ഇതേപോലെ സൈനികൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപത്തിൽ ഖാളി എന്തെങ്കിലും രൂപത്തിലൊക്കെ ഒരാൾ ഡ്യൂട്ടി നിർവഹിക്കപ്പെടുന്നെങ്കിൽ എല്ലാ വിഭാഗവും ഇവിടെ നിലനിൽക്കണമല്ലോ. ഫർദ് കിഫായായിട്ട് വരുന്ന സംഭവങ്ങളാണ് പലതും. അപ്പോൾ അതിലൊക്കെ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നൈപുണ്യം നേടി അത് ആ രൂപത്തിലുള്ള ഖിദ്മത്തുകൾ സമൂഹത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതില്ലാതെ മറ്റൊരു കാര്യത്തിലേക്ക് ചാടുക എന്നുള്ളതല്ല, ചിന്തിക്കുക എന്നുള്ളതല്ല. അപ്പോൾ അല്ലേ, ഒരു ശരീഅത്തിൻ്റെ രൂപങ്ങൾ മാത്രമല്ല, ഒരു രൂപങ്ങൾ മാത്രമല്ല നമുക്ക് മുന്നിലുള്ളത്, എല്ലാം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ചിന്ത എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് നമ്മൾ
നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, അള്ളാഹുവിനേക്ക് അടുക്കാനുള്ള മാർഗം ഈ പള്ളിയിൽ പോയി ഇരിക്കുക എന്നുള്ളത് മാത്രമാണ്, തസ്ബീഹ് ചെല്ലുക എന്നുള്ളത് മാത്രമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇൽമ ഇങ്ങനെ കരസ്ഥമാക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയാണോ? അതല്ല. ഏത് വഴിയിലൂടെയും ഏത് ജോലികളിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എടുക്കാം. ഹലാലായ ജോലികൾ ഒക്കെ അള്ളാഹുവിലേക്ക് എടുക്കാം. എന്തും അള്ളാഹുവിൻ്റെ വജ് ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. തൻ്റെ ഇയാലിന് വേണ്ടിയിട്ട് ചെലവഴിക്കുക എന്നുള്ളത്, അതിനു വേണ്ടി കസ്ബ് ചെയ്യാൻ രാവിലെ പുറപ്പെടുന്നുവെങ്കിൽ അവൻ ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. ആ സബീലില്ല ആണ് പുറപ്പെട്ടത് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുണ്ട്. ഇങ്ങനെയുണ്ട് ചില ദോഷങ്ങൾ, ആ ദോഷങ്ങൾ പൊറുക്കപ്പെടൽ എന്തുകൊണ്ട് മാത്രമാണ്? ഇങ്ങനെ കസ്ബ് അല്ലെങ്കിൽ ഇൻഫാക്കിന് വേണ്ടിയിട്ടുള്ള ഹമ്മ് അല്ലേ, നമ്മളിങ്ങനെ ഒരു തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സമ്പാദിക്കാനൊക്കെ ധാരാളം ബുദ്ധിമുട്ടി, അതിന് മനസ്സിൻ്റെ ടെൻഷൻ ഇങ്ങനെ പലതും സഹിച്ചിട്ടായിരിക്കും നമ്മുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഇനിയൊരു കുടുംബത്തിനെ വളർത്തുമ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാവുക. പക്ഷേ ആ ഹമ്മുകൾ കൊണ്ട് ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനല്ലെങ്കിൽ ഈ ഹമ്മുകൾ കൊണ്ട് പൊറുക്കപ്പെടുന്ന ധാരാളം ദോഷങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം എന്തെന്നെയാണ്? ഇബാദത്തുകളും അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളും തന്നെയാണ്. ഏറ്റവും പ്രധാനം അതിലൊക്കെ നിയ്യത്ത് നന്നാക്കുക എന്നുള്ളതാണ്. ഏത് കാര്യത്തിലും നിയ്യത്ത് നന്നാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. ഓരോ അതും എല്ലാത്തിൻ്റെയും മസ്ലഹത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സെറ്റാക്കി തന്നത് തന്നെയാണ്. ഈ ദുന്യാവ് നിലനിൽക്കണമെങ്കിൽ എല്ലാത്തിൻ്റെയും മസ്ലഹത്ത് പരിഗണിക്കപ്പെടണം. ആ ഓരോ മസ്ലഹത്തും പരിഗണിക്കാൻ, ഓരോ മസ്ലഹത്ത് നിലനിർത്താൻ അള്ളാഹു ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി നൽകും. ആ ഡ്യൂട്ടികൾ നിർവഹിക്കുക. മാത്രമല്ല, ഇനി ഒരാൾക്ക് ഇൽമിൻ്റെയോട് ഭയങ്കര ആഗ്രഹം, എന്താ പറയുക, ഒരു ഹാലത്തിൽ നിന്ന് മാറി മറ്റൊരു ഹാലത്തിനെ തിരഞ്ഞെടുക്കണം എന്നൊരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നാമത്തത് വിടാതെ തന്നെ രണ്ടാമത്തത് നേടാം. ഒരാൾ തൊബീബാണ്, അല്ലെങ്കിൽ ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് പോകുന്ന ആളാണ്. അയാൾക്ക് ശരീഅത്തിൻ്റെ ഇൽമ് കരസ്ഥമാക്കാൻ വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾക്ക് എങ്ങനെ അത് നേടാം? ആ ജോലി കഴിഞ്ഞിട്ട് കുറച്ച് സമയം അതിന് നീട്ടിവെക്കാം. എന്ന് പറഞ്ഞാൽ നിലവിൽ അള്ളാഹു അവനെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഒഴിവാക്കാതെ തന്നെ അവൻ എന്താക്കാം? ആ ശരീഅത്തിൻ്റെ ഇൽമുകൾ കരസ്ഥമാക്കാനും മറ്റൊക്കെ മുന്നിടാം. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് സൗകര്യപ്പെടുത്തി തരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇത് ഒരു സുഖമില്ല അല്ലെങ്കിൽ ഇതൊന്നും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന മാർഗ്ഗങ്ങളല്ല, ഞാൻ അങ്ങനെ നോക്കട്ടെ എന്നുള്ള രൂപത്തിൽ അങ്ങോട്ട് ചാടാൻ പാടില്ല. ഓക്കെ, അതാണ് വലൗ അറാദ ലസ്താമലക മിൻ ഗൈരി ഇഖ്റാജ്. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് പുറത്തിറക്കാതെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നക്ക് രണ്ടാമത്തിന് സൗകര്യം ചെയ്തു തരും. ഓക്കെ, അപ്പോൾ ഈ വിഷയങ്ങളാണ് ഈ ഹിക്മത്ത് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ഓരോ അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ അവസ്ഥയുടെ ഡ്യൂട്ടികൾ അല്ലെങ്കിൽ ആ സമയത്ത് എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് തേടുന്നത് അത് നമ്മൾ ചെയ്യണം. പലതവണ പറഞ്ഞതാണ്, മറലിൻ്റെ സമയത്താണെങ്കിൽ സുബറാണ്, അല്ല സുഹത്തിൻ്റെ സമയത്താണെങ്കിൽ ശുക്റാണ്. ജമാഅത്തിന് സൗകര്യപ്പെടുമ്പോൾ, പള്ളിയിൽ പോകാൻ സൗകര്യപ്പെടുമ്പോൾ നമ്മൾ പള്ളിയിൽ പോകുന്നുവെങ്കിൽ രോഗിയായാൽ ആ പോകുന്നവൻ്റെ അല്ലെങ്കിൽ ആ പോകുന്നതിൻ്റെ വജ്രീവന് എഴുതപ്പെടുന്നുള്ളതാണല്ലോ. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ മേൽ സബ്ർ ചെയ്താൽ അതിനുള്ള കൂലി കിട്ടും. ഓരോ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ സാഹചര്യങ്ങളിൽ നമ്മിൽ നിന്ന് തേടുന്നത് ഓരോ രൂപത്തിലുള്ള ഇബാദത്താണ്, ഓരോ രൂപത്തിലുള്ള മസ്ലഹത്താണ്. അത് അതിൻ്റേതായിട്ടുള്ള ഡ്യൂട്ടി രൂപത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഹലാലായ ഒരു സബബ് അല്ലെങ്കിൽ ജോലി, ആ ജോലിയുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് ചെയ്യണം. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം പറഞ്ഞു? അമാനത്ത് സൂക്ഷിക്കാൻ, അല്ലേ, അത്താജിറു സ്വദൂഖുൽ അമീൻ, അല്ലേ, കച്ചവടം ചെയ്യുമ്പോൾ ആ കച്ചവടക്കാരൻ വെറും കച്ചവടം നടത്തല്ല, സ്വദൂഖ് സത്യസന്ധമായിട്ടുള്ള കച്ചവടം, വിശ്വസ്തയോടുള്ള കച്ചവടം, അങ്ങനത്തെ കച്ചവടക്കാരനാണെങ്കിൽ അവനും സ്വർഗത്തിൽ ഒപ്പമുണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ വിശ്വസ്തയോടെ അള്ളാഹുവിൻ്റെ വജ് ഉദ്ദേശിച്ച് ഡ്യൂട്ടി നിർവഹിക്കുക. അതേപോലെ അതല്ലാത്ത തജ്രീദിൻ്റെ അവസ്ഥയിലാണെങ്കിൽ അപ്പോൾ വെറുതെ സമ്പത്തിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല, മറിച്ച് ആ തജ്രീദിൻ്റെ അവസ്ഥയിൽ വരാൻ പോകുന്ന അങ്ങനത്തെ ഓരോ ഫിത്തനയിൽ നിന്നൊക്കെ കൽബിനെയും മറ്റും സൂക്ഷിക്കുക.
അതേസമയം ഇനിയിപ്പോൾ മഹദൂറായ നമ്മൾ പറഞ്ഞതാണ് ഈ സബബിൻ്റെ സമയത്താണെങ്കിലും ഹലാലായ സബബിലാണ് നമ്മൾ ചർച്ച. അതല്ലാത്ത ഭാഗത്താണെങ്കിൽ അതിൽ നിന്ന് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൗകര്യപ്പെടുത്തി തരുന്ന അള്ളാഹുവിൻ്റെ വജഹിലുള്ള അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിക്കപ്പെടുന്ന മേഖലയിലാണ് നമ്മൾ ഡ്യൂട്ടി നിർവഹിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ അവിടെ അത് കൃത്യമായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തേടുന്നത്. ഇതാണ് ഈ ഹിക്മത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം. ശുക്രൻ, ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.